നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതായത് ആസാമിൽ BJPയുടെ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായിട്ട് വീണ്ടും തെരഞ്ഞെടുത്തു, സത്യപ്രതിജ്ഞ ചെയ്തു. ഈ ഹിമന്ത ബിശ്വ ശർമ്മ മുമ്പ് കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവായിരുന്നു. കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും ജനപ്രിയ നേതാവായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. ആ സമയത്ത് അവിടുത്തെ ഒരു തരുൺ ഗൊഗോയ് എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിച്ചു പോകുന്നത്. അന്നത്തെ ജനപ്രിയ നേതാവായ ഹിമന്ത ബിശ്വ ശർമ്മയെ അവോയ്ഡ് ചെയ്തതിനെ തുടർന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJP ചേരുകയും അന്ന് ആദ്യമായിട്ട് BJPക്ക് ആസാമിൽ അധികാരമേറ്റെടുക്കുകയും ചെയ്തത്. അതുവരെ ആസാമിൽ 1-2 MLA മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു BJP. ഇന്ന് തുടർച്ചയായിട്ട് 3-ാം വട്ടം ഭരിക്കുന്ന പാർട്ടിയായി മാറി BJP ആസാമിൽ. ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ നിലവിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് VD സതീശൻ. പക്ഷേ ഹൈക്കമാൻഡിന്റെ ചോയ്സ് VKC വേണുഗോപാലാണ്. എന്താ ചെയ്യുക? തീരുമാനം വന്നിട്ടില്ല. തീരുമാനം വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്യാം. അതായത് ഈ ഹിമന്ത ബിശ്വ ശർമ്മ മുമ്പ് ഒരു സമയത്ത് ഈ ഗൊഗോയ് കുടുംബത്തിനെതിരെ ഒരു പരാതി പറയാനായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ വസതിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലിരുത്തിയിട്ട് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് പറഞ്ഞത്. അതായത് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഈഗോ ഹർട്ടായി അന്ന് തന്നെ അദ്ദേഹം പാർട്ടി വിട്ട് BJP ചേരുകയും BJPക്ക് അവിടെ അഡ്രസ്സ് ഉണ്ടായി കൊടുക്കുകയും BJP വൻ ഭൂരിപക്ഷത്തിന് ആസാം വിജയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായത് ആ സമയത്താണ്. ഇതേ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി എല്ലാ സ്ഥലത്തും പിന്തുടർന്നത്. പക്ഷേ ഈ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു സുനാമി ആയിട്ടാണ് മാറിയത്. ആസാം പിടിച്ചെടുക്കാനായിട്ട് BJPക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായി നിൽക്കുന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ജനപ്രിയമുള്ള നേതാവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.